ഹലോ, ഇത് നമ്മൾ ബനർഘട്ട നാഷണൽ പാർക്കിൽ വന്നിട്ടുള്ള പാർട്ട് 2 വീഡിയോ ആണേ. ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ കഴിച്ച് ഇനി നമ്മൾ ബട്ടർഫ്ലൈ പാർക്കിലോട്ടാണ് പോകുന്നത്. ബട്ടർഫ്ലൈസിനെ ഇസക്കുട്ടിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ. ഇസക്കുട്ടീനെ പോലെ ബട്ടർഫ്ലൈസിനെ കാണാൻ ഞങ്ങളും എക്സൈറ്റഡ് ആണ്. പോകുന്ന വഴിക്ക് ചെറിയൊരു വെള്ളക്കെട്ട് പോലെ ഉണ്ട് കേട്ടോ. എല്ലാവരും കയറി പോകുന്നത് കണ്ടപ്പം ഞങ്ങളും പുറകെ പോയി. പ്രത്യേകിച്ചൊന്നുമില്ല, ചെറിയൊരു പാറമട പോലെ അതിൻ്റെ അകത്ത് കുറച്ച് വെള്ളമൊക്കെ ആയിട്ട് കണ്ടു നിൽക്കാൻ ഒരു രസമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇസക്കുട്ടീനെ വെള്ളമൊക്കെ കാണിച്ചു കൊടുത്ത് കുറച്ച് നേരം അവിടെ നിന്നിട്ട് നമ്മളിനി ബട്ടർഫ്ലൈ പാർക്കിലോട്ട് നടക്കുവാണ് കേട്ടോ. How do you do? Butterfly? Here I am, here I am. Do you do? അങ്ങനെ ബട്ടർഫ്ലൈസ് എന്ന് പറഞ്ഞ ഇസക്കുട്ടി അപ്പോൾ ബട്ടർഫ്ലൈസിൻ്റെ പാട്ട് തുടങ്ങും കേട്ടോ. അങ്ങനെ ബട്ടർഫ്ലൈസിൻ്റെ പാട്ടൊക്കെ പാടി ഇങ്ങനെ ബട്ടർഫ്ലൈസിനെ തേടി പൊയ്ക്കൊണ്ടിരിക്കുകയാണേ. കുറച്ച് ദൂരം നടക്കാനുണ്ട്. അങ്ങനെ നമ്മൾ ഇസക്കുട്ടീനെ ഓരോന്നൊക്കെ കാണിച്ചു കൊടുത്ത് പതിയെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴി രണ്ട് സൈഡും നിറയെ വലിയ മരങ്ങളും പിന്നെ അത്യാവശ്യം ചെറിയ ചെടികളും പൂക്കളും ഒക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് വെയിലാണെങ്കിലും നമ്മൾക്ക് ആ ഒരു മടുപ്പൊന്നും ഫീൽ ചെയ്യത്തില്ല, നല്ലൊരു തണുപ്പുണ്ടാവും. ഇതാണ് നമ്മൾ പറഞ്ഞ ബട്ടർഫ്ലൈ പാർക്കിൻ്റെ എൻട്രി. ഇതിൻ്റെ ഉള്ളിലെ ചെറിയൊരു പൂമ്പാറ്റകളുടെ ലോകമാണെന്ന് തന്നെ പറയാം കേട്ടോ. നമുക്ക് അകത്ത് കയറിയിട്ട് നോക്കാം അകത്തെന്താ ഉള്ളതെന്ന്. എന്ത് രസമാണല്ലേ പൂമ്പാറ്റകൾ ഇങ്ങനെ പറന്ന് കിടക്കുന്ന കാണാൻ. ഇവിടെ ഇവർ ബട്ടർഫ്ലൈസിനെ പരിചരിക്കുന്നതും വളരെ മനോഹരമായ രീതിയിലാണ് കേട്ടോ. പിന്നെ ഇവിടെ വരാനുള്ള ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഒക്ടോബറിനും ഫെബ്രുവരിയിലും ഇടയിലാണ് കേട്ടോ. അത് എന്തുകൊണ്ടാണെന്ന് കറക്റ്റ് ഞങ്ങൾക്കറിയത്തില്ല. എന്നാലും നമുക്ക് മനസ്സിലായത് ഒക്ടോബർ ടു ഫെബ്രുവരി എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഒരു തണുപ്പ് ക്ലൈമറ്റ് ആയിരിക്കും, ഒരു പ്ലസൻറ്റ് വെതർ ആയിരിക്കും. ബട്ടർഫ്ലൈസ് കൂടുതൽ ആക്റ്റീവായിട്ടിരിക്കുന്നത് തണുപ്പ് സമയത്താണെന്നാണ് പറയുന്നത്. എന്താണേലും നമ്മൾ വന്നിട്ടുള്ളത് ഓഗസ്റ്റിലാണ് കേട്ടോ. നമ്മൾ വന്നപ്പോഴും അത്യാവശ്യം വെറൈറ്റി ബട്ടർഫ്ലൈസൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഒരുപാടൊന്നും നമുക്ക് കാണാൻ പറ്റിയില്ല. നമ്മൾ കണ്ടതൊക്കെ ഏകദേശം 1-2 വെറൈറ്റിപ്പെട്ട ബട്ടർഫ്ലൈസ് തന്നെയതായിരുന്നു. ഒരു പക്ഷേ നമ്മൾ പോയ ടൈമിൻ്റേതാകാം, അല്ലെങ്കിൽ അവർ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന് വിശ്രമിക്കുന്നുണ്ടാവും. ഇതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തിരിക്കുന്ന കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. ഇങ്ങനെ നിറയെ മൺകുടങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ബട്ടർഫ്ലൈസിന് ഇരിക്കാനൊക്കെ ആയിട്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നല്ല മനോഹരമായൊരു വാട്ടർഫോൾസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഏറ്റവും ഫേവറേറ്റ് സ്പോട്ടായിട്ട് തോന്നിയത്. ബാംഗ്ലൂരിൽ പിക്നിക്ക് വരുന്നവർക്കൊക്കെ വന്ന് കാണാനും അത്യാവശ്യം 1 ഡേ സ്പെൻഡ് ചെയ്യാനും ഒക്കെ ഉള്ളത് ഇവിടെ ഉണ്ട് കേട്ടോ. ബട്ടർഫ്ലൈ പാർക്ക് മാത്രമല്ല, ഇവിടെ നമുക്ക് സഫാരി ഉണ്ട്, സൂ ഉണ്ട്.
അത്യാവശ്യം കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. ആനിമൽസിനെയൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇവിടെ വരാട്ടോ. ഇതിൻ്റെ അകത്തുള്ള മറ്റു കാഴ്ചകളെന്ന് പറയുന്നത് ചെറിയ ഒരു പോണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്തുള്ളത് കാർപ്പിനത്തിലുള്ള മീനുകളാണ്. പിന്നെ അവിടെ ഉള്ളത് ബട്ടർഫ്ലൈസിൻ്റെ ലൈഫ് സൈക്കിളൊക്കെ കാണിക്കുന്ന ഒരു മ്യൂസിയമാണ്. ഈ ബട്ടർഫ്ലൈ പാർക്കിൻ്റെ ഉള്ളിൽ 20ൽ കൂടുതൽ സ്പീഷീസ് ഓഫ് ബട്ടർഫ്ലൈസ് ഉണ്ടെന്നാണ് കേട്ടോ പറയുന്നത്. നമ്മൾ അത്രയ്ക്കൊന്നും കണ്ടില്ല, നമ്മൾക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയത്തുമില്ല. പിന്നെ മ്യൂസിയത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ പല വെറൈറ്റീസ് ഓഫ് ബട്ടർഫ്ലൈകളുടെ ഡിസ്പ്ലേകൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അകത്ത് ഒരുപാട് ഇൻഫോർമേഷൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. അതൊക്കെയാണ് നമ്മൾ മ്യൂസിയത്തിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ ചെറിയ 2 അക്വേറിയം ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുട്ടികൾക്കൊക്കെ അക്വേറിയം വളരെ ഇഷ്ടമാണല്ലോ. ഇസുകുട്ടിക്ക് മീനുകളെ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. ഇസുകുട്ടി കുറേ നേരം മീനിനെയൊക്കെ നോക്കി ഇങ്ങനെ ആസ്വദിച്ച് നിന്നു. അങ്ങനെ മ്യൂസിയത്തിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പുറത്തിറങ്ങി. പുറത്ത് ഇസക്കുട്ടീനെ ഒരു പേരമരത്തിൻ്റെ മുകളിൽ കയറ്റിയിരുത്തി ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അവളുടെ ഉറക്ക സമയമായിരുന്നു ശരിക്കും, അതുകൊണ്ട് അവൾക്ക് അത്ര നല്ല മൂടൊന്നും ഇല്ല കേട്ടോ. പക്ഷേ എന്നാലും ഒരു കുടയൊക്കെ കിട്ടിയപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ കുറച്ച് നേരം നമ്മൾ അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് വീട്ടിലോട്ട് പോവാം കേട്ടോ.